ഒരു ഒരു സെലിബ്രേഷന് വേണ്ടി. അപ്പം ഹസ്ബൻഡ് ചോദിച്ചു നാട്ടിലേക്ക് പോകാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ വന്നിരിക്കുന്ന വീടാണ്, നമ്മൾ നാട്ടിലേക്ക് പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റില്ല, നമ്മൾ ഏതായാലും ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ള റീസൺ ഞങ്ങൾ അന്ന് തീരുമാനമെടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഓരോ ദിവസങ്ങളായപ്പോഴത്തേക്കും അടയാളങ്ങൾ കൂടി തുടങ്ങുവാണ്. 26 മെയ്യിന് എനിക്ക് ചെറുതായിട്ടൊരു സ്പോട്ടിങ് തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ഹസ്ബൻഡിൻ്റെ രാത്രി കരഞ്ഞ് പറഞ്ഞു ഇത്തവണയും കുഞ്ഞിനെ കിട്ടത്തില്ല, എനിക്ക് സ്പോട്ടിങ് ആയി തുടങ്ങി, എനിക്ക് എൻ്റെ മെൻസ്ട്രേഷൻ തുടങ്ങുവാണ് എന്നുള്ള ഞാൻ സങ്കടപ്പെട്ട് അന്ന് രാത്രിക്ക് 2 മണിക്ക് എഴുന്നേറ്റ് ഞാൻ കരഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി തുടങ്ങി, സ്വപ്നം കണ്ടു. ഞാൻ രാവിലെ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചോരക്കുഞ്ഞിനെ സ്വപ്നം കണ്ടു ഞാൻ. അന്നേരം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ചോരക്കുഞ്ഞിനെ സ്വപ്നം കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞതാ ഉടമ്പടിയുടെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് അടയാളം കിട്ടി തുടങ്ങിയിട്ടുണ്ട്, നീ സങ്കടപ്പെടേണ്ട, നമുക്ക് ഏതായാലും ഇത്തവണ കുഞ്ഞിനെ കിട്ടും.